ഈശോമിശിഹായ്ക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നേരുന്നു. ഞാൻ പിന്നെ പല ഇപ്രാവശ്യം മതം ശാസ്ത്രം എന്നതിനെപ്പറ്റി പറയാം. അതിനെപ്പറ്റി ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. മതം പറയുന്നു എല്ലാം ദൈവത്താലുള്ളവായി. ശാസ്ത്രം പറയുന്നു ബിഗ് ബാങ് തിയറി പ്രകാരം ആദ്യമുണ്ടായിരുന്ന ഊർജ്ജത്തിൽ നിന്നും സകലതും ഉളവായി. ദൈവത്തിനു മുമ്പ് എന്നതിന് മതത്തിനോ ആദ്യ ഊർജ്ജത്തിനു മുമ്പ് എന്നതിന് ശാസ്ത്രത്തിന് ഉത്തരമില്ല. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപരനെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നായ മണം പിടിച്ച ആളുകളെ കണ്ടുപിടിക്കുന്ന പോലെ സൃഷ്ടവസ്തുക്കളുടെ സൃഷ്ടാവിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു മൊബൈലിരിക്കുന്നു, അത് സ്വയം ഉരുവായി എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു സൃഷ്ടാവ്, ആശയങ്ങൾ അതിന് പുറകിൽ വേണം. ഇത്ര വൈവിധ്യമാർന്ന മനോഹരമായ പ്രകൃതി പ്രപഞ്ചം സ്വയം ഉരുവായി എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു സൃഷ്ടാവ്, ആശയങ്ങൾ ഒക്കെ ഇതിന് പുറകിൽ വേണം. ക്ലോണിംഗ് നടത്തി വിജയിച്ചത് തന്നെ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ശേഷമാണ്. അപ്പോൾ ഏറെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവൻ ഉരുത്തിരിഞ്ഞുവെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. പക്ഷേ ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപമാക്കാം. അപ്പോൾ സ്വയം മാറ്റം സാധ്യമല്ല. എക്സ്റ്റേണൽ സോഴ്സ് വേണം. ഉദാഹരണത്തിന് ഒരു കടലാസ് കത്തിച്ചാൽ ചാരമാകും. പക്ഷെങ്കിൽ കടലാസ് സ്വയം ചാരമാകില്ല, ആരെങ്കിലും കത്തിക്കണം. ഇനി പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഏതെങ്കിലും ജീവി വർഷങ്ങൾ നീണ്ട പരിണാമത്തിലൂടെ വേറൊരു ജീവി ആകുമെന്ന് പറയുന്നു. ശാസ്ത്രം തന്നെ അത് അംഗീകരിക്കുന്നില്ല. ഒരു ജീവിയെ വേറൊരു ജീവിയിൽ നിന്ന് വേർതിരിക്കുന്നത് അതിൻ്റെ ക്രോമസോം നമ്പറാണ്. അതൊരിക്കലും സ്വാഭാവികമായിട്ട് മാറില്ലെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. പിന്നെ എങ്ങനെ പരിണാമം നടക്കും? മാത്രമല്ല, ഒരു കുരങ്ങൻ പരിണാമത്തിലൂടെ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബാക്കി കുരങ്ങുകൾ മനുഷ്യനായില്ല എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടോ? ഒരു വിഭാഗം കുരങ്ങുകൾ മാത്രമേ പരിണമിച്ചുള്ളൂ എന്ന ചോദ്യം നിലനിൽക്കും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണാതെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ? മണം നമ്മൾ കാണുന്നില്ല, മനസ്സ്, ചിന്ത നമ്മൾ കാണുന്നില്ല, അത് വിശ്വാസമാണ്. ഏറ്റവും വേഗത കൂടിയത് നമുക്കറിയാവുന്നത് മനസ്സാണ്. അത് ചിന്തിച്ചാൽ സെക്കൻഡിനുള്ളിൽ എവിടെയും എത്താം, ആരെയും മനസ്സിൽ കാണാം. പക്ഷെ മനസ്സ് നമ്മൾ കാണുന്നില്ല ഫിസിക്കലി. ഊർജ്ജം കാണാൻ സാധിക്കില്ല, അത് അനുഭവമാണ്. ദൈവം അത് അനുഭവമാകണം. ഊർജ്ജത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. ഉപനിഷത്തുകൾ പറയുന്നു വസ്തുവിൽ ഊർജ്ജം എന്ന പോലെ, പഞ്ചസാരയിൽ മധുരം എന്ന പോലെ നമ്മിൽ ദൈവം. ബൈബിൾ പറയുന്നു വെള്ളത്തിൽ മത്സ്യം എന്ന പോലെ നാം ദൈവത്തിൽ. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെന്നും ബൈബിൾ പറയുന്നു. അതിനെ പാപത്താൽ മലിനമാക്കരുത്. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആത്മാവായി ദൈവം വസിക്കുന്നുവെന്ന് ഭഗവത്ഗീത പറയുന്നു. ഖുറാനും പറയുന്നു ദൈവം ആത്മാവാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നു എല്ലാം ദൈവത്താൽ ഉളവായി. ഒരു വസ്തുവായി നിലനിൽക്കണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കണം. അല്ലെങ്കിൽ വസ്തു നശിക്കും, അല്ലെങ്കിൽ വസ്തുവിൽ മാറ്റങ്ങൾ സംഭവിക്കും. വസ്തു അങ്ങനെ നിലനിൽക്കുന്നത് ഉള്ളിലേക്ക് ആകർഷണം, ന്യൂക്ലിയസിലേക്ക് ആകർഷണം ഉള്ളതുകൊണ്ടാണ്. ആകർഷണമല്ലെങ്കിൽ വസ്തു നശിക്കും, അല്ലെങ്കിൽ വേറെ വസ്തുവായിട്ട് മാറും. ക്രോമസോം നമ്പർ മാറും. ട്രാഫിക് നിങ്ങൾ പാലിച്ചാൽ എല്ലാവർക്കും നല്ലത്. പ്രപഞ്ചത്തിലും ചില നിയമങ്ങളുണ്ട്. അത് ഒരു സമതുലിതാവസ്ഥ പാലിക്കണം. അല്ലെങ്കിൽ സമതുലിതാവസ്ഥ പാലിക്കാൻ പ്രകൃതി സ്വയം പ്രവർത്തിക്കും. മനുഷ്യൻ ഭൂമി, അങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടി. മനുഷ്യൻ ഭൂമിയുടെ പരിപാലകനാണ്, ഒരു കൂട്ടവകാശി കൂടിയാണ്. എല്ലാ ജീവജാലങ്ങളും ഇതിൻ്റെ അവകാശികളാണ്. പക്ഷേ മനുഷ്യന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, അതൊരു പരിപാലകനും കൂടിയാണ്. ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് മനുഷ്യൻ തടവറയിലാക്കപ്പെട്ടപ്പോൾ പ്രകൃതി സ്വയം ശുദ്ധീകരണം നടത്തി. പരിസ്ഥിതി മലിനീകരണം മൂലം വളരെ ദൂരം നിന്ന് ഹിമാലയത്തിൻ്റെ ഭംഗി കാണാൻ സാധിക്കുന്നു. പക്ഷേ കോവിഡ് മൂലം ഫാക്ടറികൾ നിശ്ചലമായപ്പോൾ ഹിമാലയത്തിൻ്റെ ഭംഗി വളരെ നന്നായി കാണാൻ സാധിച്ചു ദൂരെ നിന്നും. വേറൊരു ഉദാഹരണം ജനസംഖ്യാ നിയന്ത്രണം. ജനസംഖ്യ വളരെ അമിതമായാലും വളരെ കുറഞ്ഞാലും പ്രശ്നമാണ്. എല്ലാത്തിനും ഒരു സമതുലിതാവസ്ഥ വേണം. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം വംശം ഇല്ലായ്മ ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അബോർഷൻ എന്ന തിന്മ വഴി, ഭ്രൂണഹത്യ. ഇതുമൂലം ഭൂമിയിൽ വൻമാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്ന എത്രയോ മഹജന്മങ്ങൾ ഭൂമിയിൽ പിറക്കാതെ പോയി. വേറെ ജീവികൾ സ്വരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി മാത്രം മറ്റു ജീവികളെ ആക്രമിക്കും. വികസിത രാജ്യങ്ങൾ ഇപ്പോൾ വയസ്സന്മാർക്ക് ഭൂരിപക്ഷമാണ്. ജോലി ചെയ്യാൻ പുതുതലമുറ വർക്ക് ഫോഴ്സ് ഇല്ല. അതിനാൽ വൻതോതിൽ മൈഗ്രേഷൻ അനുവദിക്കുന്നു. ബൈബിൾ പറയുന്നു ദൈവസ്നേഹമാണ് പിതാവാണ്, നാം എല്ലാം മക്കളാണ്. ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇതിൽ സകല നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഈ സ്നേഹ നിയമം ദൈവം മനുഷ്യനിൽ ആലേഖനം ചെയ്തിട്ടുണ്ടോ? അത് ലംഘിക്കുന്നതാണ് സകല പ്രശ്നങ്ങൾക്ക് കാരണം. മക്കളെന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റൈൻ E=mc² എന്ന ഫോർമുല വഴി മനുഷ്യൻ്റെ പുരോഗതി സ്വപ്നം കണ്ടു. വേറൊരു മനുഷ്യൻ അതിൻ്റെ തിന്മ കണ്ടു. അവൻ അനുഭവമുണ്ടാക്കി. മതവും ശാസ്ത്രവും ഉള്ളിൽ നിന്ന് വരുന്നു. ഉറവിടം ശുദ്ധമാക്കിയാൽ മതി. കത്തി കൊല്ലാനും കറുക്കരിയാനും ഉപയോഗിക്കാം. മതവും ശാസ്ത്രവും അതുപോലെയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, കൂട്ടായ്മ ഒക്കെ മതം വഴി നമുക്ക് നടക്കുന്നുണ്ടോ? സമ്പത്ത് കൂട്ടിവെക്കൽ, അക്രമം, അധികാര ദുർവിനിയോഗം ഇവയും ചിലപ്പോൾ കാണും മതങ്ങളിൽ.
ശാസ്ത്രം വഴി ധാരാളം സാമൂഹ്യ പുരോഗതി, ഇൻവെൻഷൻ, ഡിസ്കവറി ഒക്കെ നടക്കുന്നു. പക്ഷേ യുദ്ധോപകരണ നിർമ്മാണങ്ങൾ, പ്രകൃതി അമിത ചൂഷണം ചെയ്യൽ ഒക്കെ ശാസ്ത്രം ചെയ്യുന്നുണ്ടോ? ഈശോ പറഞ്ഞു, മനസ്സിൽ മാറ്റം വരുത്തിയ ശിശുക്കളോ പോലെയാകാൻ. എല്ലാം ശരിയാകും. ശിശു എല്ലാം മറക്കും, പൊറുക്കും, എപ്പോഴും ചിരിക്കും, അടിച്ചാലും ചിരിച്ചുകൊണ്ട് തിരിച്ചു വരും. പല പ്രാവശ്യം ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ട അണുവായുധങ്ങൾ ശാസ്ത്രം ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ? അതേതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മതഭ്രാന്തൻ്റെ കയ്യിൽ കിട്ടിയാൽ, പ്രത്യയശാസ്ത്രഭ്രാന്തൻ്റെയോ മതഭ്രാന്തൻ്റെ കയ്യിൽ കിട്ടിയാൽ ലോകം തീർന്നു. നമുക്ക് നല്ല ശാസ്ത്രജ്ഞരെ വേണം, ധാരാളം വിശുദ്ധ ജന്മങ്ങളും വേണം. മതവും ശാസ്ത്രവും യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുക, മനുഷ്യ പുരോഗതിക്ക് പരിശ്രമിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.